അപ്പം നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്കൻഡ് പോർഷനിലോട്ട് പോകാം. അതായത് സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് ബി. As we have already discussed, part A there are 3 questions. Each question carries 15 marks. നമുക്ക് 3 ആൻസർ ചെയ്യണം. Exactly same ആണ് part B ലും. There are 3 questions. Each question carries 15 marks. You will have to answer 2 questions out of the 3. ശരിക്കും ഏത് പോർഷനാണ് ഏത് പാർട്ടിൽ, അതായത് പാർട്ട് എ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷനിൽ നിന്നാണ്, പാർട്ട് ബി എന്ന് പറയുന്നത് മറ്റൊരു പോർഷനിൽ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ക്വസ്റ്റ്യൻസ് ക്യാൻ കം ഫ്രം എനി പ്ലേസ്. എയ്തർ ദേ ക്യാൻ കം ഫ്രം ദ ഫംഗ്ഷൻ പാർട്ട് ഓർ ഫ്രം ദ ഡേറ്റ അനാലിസിസ് ടൂൾ പാക്ക്. അപ്പോൾ നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ, ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ. സോ വി ക്യാൻ ഗോ ടു ദ 4th ക്വസ്റ്റ്യൻ. ഫിറ്റ് എ Poisson distribution to the following data and calculate the theoretical frequencies. See the question. Fit a Poisson distribution. One second. Fit a Poisson distribution to the following data and calculate the theoretical frequencies. X ന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയുടെ വാല്യൂസും തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഫിറ്റ് എ Poisson distribution എന്ന് തന്നെ ഒരു പേരുണ്ട്. ഓക്കെ, Poisson distribution തന്നെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും ആവശ്യമില്ല. പക്ഷേ വേറെ ചില കേസസിൽ ഫിറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് മാത്രമേ കാണുള്ളൂ. നമുക്ക് പഠിക്കാനുള്ള 3 ഫിറ്റിംഗ് ആണ് നമ്മൾ തിയറി ക്ലാസ്സുകളിൽ പഠിച്ച. ഒന്ന് ബൈനോമിയൽ, പിന്നെ Poisson, പിന്നെ നോർമൽ ഫിറ്റിങ്ങിൻ്റെ പ്രോബ്ലംസ് പൊതുവേ നമ്മളുടെ ലാബ് എക്സാമിനേഷൻസിന് ചോദിക്കാറില്ല. നമ്മൾ അതുകൊണ്ട് നോർമൽ ഫിറ്റിങ്ങിൻ്റെ പ്രോബ്ലംസ് പഠിപ്പിക്കാറുമില്ല. അപ്പം നമ്മൾക്ക് ഫിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ അത് എയ്തർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ Poisson ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് ആയിരിക്കും. അപ്പം നമ്മളുടെ ക്വസ്റ്റിനകത്ത് ഫിറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഫോളോയിങ് ഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഇതേപോലൊരു ടേബിൾ തന്നാൽ നമുക്ക് 2 ചോയ്സേ ഉള്ളൂ. ഒന്നിൽ ആ ടേബിളിൽ ബൈനോമിയൽ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ടേബിളിൽ Poisson ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതാണ് ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ ഫ്രീക്വൻസി നോക്കണം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നോക്കിയേ, ഫ്രീക്വൻസിയുടെ വാല്യൂ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ഒബ്സർവേഷൻ 0 ആയപ്പം മാക്സിമം ഫ്രീക്വൻസി ആയിരുന്നു. ഒബ്സർവേഷൻ മാക്സിമം ആയപ്പം, അതായത് എക്സിൻ്റെ വാല്യൂ 4 ആയപ്പം ഫ്രീക്വൻസി മിനിമമായി. എക്സിൻ്റെ വാല്യൂ 0 നിന്നപ്പോൾ ഫ്രീക്വൻസി ഭയങ്കര ഹൈ ആയിരുന്നു, 123. എക്സിൻ്റെ വാല്യൂ കൂടി 4 ആയപ്പം ഫ്രീക്വൻസി 1 ആയിട്ട് മാറി. അതായത് ഒബ്സർവേഷൻ്റെ വാല്യൂ കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. ഇങ്ങനെയാണ് നിങ്ങളുടെ ഡേറ്റ സെറ്റെങ്കിൽ അത് Poisson ഡേറ്റയാണ്. കാരണം Poisson ഒരു റെയർ ഇവൻറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. നമ്പർ കുറഞ്ഞിരിക്കുമ്പം ഫ്രീക്വൻസി കൂടിയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഡേറ്റ സെറ്റെങ്കിൽ ക്വസ്റ്റ്യനകത്ത് Poisson ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് പറഞ്ഞാലും ശരി, എടുത്ത് പറഞ്ഞില്ലെങ്കിലും ശരി, നിങ്ങൾ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഫിറ്റ് ചെയ്യേണ്ടത്? യു ഹാവ് ടു ഫിറ്റ് ദ Poisson ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഇതിനു പകരം ഇതേപോലൊരു ടേബിളാണ് നമ്മളുടെ ഫ്രീക്വൻസി വാല്യൂ. സാധാരണ നമ്മൾ എക്സാമ്പിളിൽ പറയില്ലേ, ഫ്രീക്വൻസി വാല്യൂ കുറഞ്ഞു വന്ന് നടുവിലായപ്പോൾ കൂടി പിന്നെ കുറഞ്ഞു. അതായത് ഒരു 2, 5, 26, 3 അല്ലെങ്കിൽ 13, 12, 5 ഇങ്ങനെ ഈ രീതിയിൽ, അതായത് കുറഞ്ഞു വന്ന് കുറച്ച് കഴിഞ്ഞ് കൂടി പിന്നെ കുറഞ്ഞു, ആ രീതിയിലാണ് ഫ്രീക്വൻസി വരുന്നതെങ്കിൽ ഫിറ്റ് ചെയ്യേണ്ടത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വെച്ചോണം. ഓക്കെ, കഴിയുമെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത് എന്തൊക്കെയാണോ ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് അത് നോട്ട് ചെയ്ത് വെക്കുക ഒരു നോട്ട്ബുക്കിനകത്ത്. കാരണം കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. ഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ സെറ്റിൽ ഫ്രീക്വൻസിയുടെ വാല്യൂ ഹൈ ആയിട്ട് നിന്നിട്ട് പിന്നെ കുറഞ്ഞു വരികയാണെങ്കിൽ Poisson ഡിസ്ട്രിബ്യൂഷനാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതല്ല, ഫ്രീക്വൻസിയുടെ വാല്യൂ കുറവായിട്ട് നിന്ന് കുറച്ച് കഴിഞ്ഞ് മിഡിലൊക്കെ ആയപ്പോൾ കൂടി പിന്നെയും കുറഞ്ഞു, അങ്ങനെ വരികയാണെങ്കിൽ അത് അവിടെ ബൈനോമിയലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫിറ്റ് എ Poisson ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഫോളോയിങ് ഡേറ്റ ആൻഡ് കാൽക്കുലേറ്റ് ദ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ്. അപ്പോൾ ഡേറ്റ സെറ്റ് ഉണ്ട്, നമ്മളപ്പോൾ ആ ഡേറ്റ സെറ്റ് അതേപടി എക്സൽ ഷീറ്റിലേക്ക് അടിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആ ഡേറ്റ സെറ്റ് മുകളിൽ കിടക്കുന്ന തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ്റെയാണ്, നമ്മൾ 4th ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ആൻസർ ചെയ്യുന്നത്. ആ തന്നിരിക്കുന്ന ഡേറ്റ സെറ്റ് അതേപോലെ ഞാൻ എക്സൽ ഷീറ്റിലേക്ക് അടിച്ചു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഡേറ്റ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്പറൊക്കെ മാറിപ്പോവാതെ നോക്കണം.
പലപ്പോഴും നമ്മൾ എക്സാമിനേഷൻസിന് പോകുന്ന സമയത്ത് കുട്ടികൾ ചെയ്യുന്ന ഒരു ഫ്രീക്വൻറ്റ് മിസ്റ്റേക്കാണ്. അവിടെ 123 ആണ്, ഇവിടെ വരുമ്പോൾ 132 ആവും, അല്ലെ 231 ആവും. ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ആൻസർ തെറ്റിയിട്ട് എവിടെയാണ് തെറ്റിയതെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിട്ട് മാറും. സോ ഡേറ്റ എടുത്ത് എക്സലിലോട്ട് അടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇനി എങ്ങനെയായിരുന്നു നമ്മളൊരു പോസോൺ ഡിസ്ട്രിബ്യൂഷനെ ഫിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ പോസോൺ ഫിറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത്? നമ്മൾ ഒരു സാധാരണ ഗതിയിൽ സാധാരണ സിറ്റുവേഷനിൽ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? എക്സിൻ്റെ വാല്യൂവും എഫിൻ്റെ വാല്യൂവും ഡേറ്റ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യുക? പോസോൺ എന്ന് വെച്ചാൽ അതിൻ്റെ പാരാമീറ്റർ ലാംഡയാണ് അല്ലേ? എക്സിൻ്റെ എഫിൻ്റെ വാല്യൂ ഉപയോഗിച്ച് നമ്മൾ ലാംഡ കണ്ടുപിടിക്കണം. ലാംഡ എന്ന് പറയുന്നത് പോസോണിൻ്റെ മീൻ ആണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് ലാംഡ ഈക്വൽ ടു എക്സ് ബാർ എന്ന ഫോർമുല യൂസ് ചെയ്യും. എന്താണ് എക്സ് ബാർ? എക്സ് ബാർ ഇസ് ആക്ച്വലി ദ സാമ്പിൾ മീൻ വിച്ച് ഇസ് 1/n സമ്മേഷൻ xi fi. അപ്പോൾ ആദ്യത്തെ ജോലി പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുന്നതിനകത്തെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഈ ഒരു അൺനോൺ പാരാമീറ്റർ ലാംഡ കണ്ടുപിടിക്കാം. അപ്പോൾ ലാംഡ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എക്സ് ബാർ വേണം. എക്സ് ബാർ വേണമെങ്കിൽ നമുക്ക് ഏത് കോളം ആണ് ആദ്യം വേണ്ടുന്നത്? XI/FIയുടെ കോളം വേണം. ഇത് XIയും FIയും ക്വസ്റ്റ്യനിലുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് XI/FI. എന്നിട്ട് നമുക്ക് XI/FIയുടെ ടോട്ടലും FIയുടെ ടോട്ടലും വേണം. FIയുടെ ടോട്ടലാണ് ക്യാപിറ്റൽ N, XI/FIയുടെ ടോട്ടലാണ് സമ്മേഷൻ XI/FI. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ എക്സ് ബാർ കണ്ടുപിടിക്കാം. ഈ ഫോർമുലയിൽ എക്സ് ബാർ ഉപയോഗിച്ച് നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. അപ്പോൾ അത്രയാകുമ്പോഴത്തേക്ക് ഒരു പാർട്ടായി. അപ്പോൾ നമ്മൾ ഫിറ്റിങ്ങിൻ്റെ ഒരു പാർട്ടായി. ഇനി അടുത്ത ജോലി എന്തായിരുന്നു? തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുന്നത്? അതിനായിട്ട് നമുക്ക് രണ്ട് കോളം കൂടെ വേണം. ഒന്ന് FXൻ്റെ കോളം അല്ലേ? FXൻ്റെ കോളമാണ് ഒരെണ്ണം. FXൻ്റെ കോളം എന്ന് വെച്ചാൽ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയ സ്ഥിതിക്ക് FXൻ്റെ ഫോർമുല എന്താ? e⁻λ(λ)x/x നമ്മൾ ന്യൂമറിക്കലി പ്രോബ്ലം ചെയ്യുമ്പം ഇതിനകത്ത് ലാംഡയും എക്സും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ FX കണ്ടുപിടിക്കുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ? അതിന് പകരം വി യൂസ് ദ ഫങ്ഷൻ പോസോൺ ഡിസ്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ ലാംഡ കണ്ടുപിടിച്ച ശേഷം നമ്മൾ ചെയ്യുന്നത് എന്നു വെച്ചാൽ, ഒരു സെക്കൻഡ്, ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ച ശേഷം വാട്ട് വി ഡു ഇസ് വി ഫൈൻഡ് ദ വാല്യൂ ഓഫ് FX യൂസിങ് പോസോൺ ഡിസ്റ്റ്. ഓക്കെ, പോസോൺ ഡിസ്റ്റ് ഉള്ള ഫങ്ഷൻ ഉപയോഗിച്ച് നമ്മൾ FX കണ്ടുപിടിക്കും. FX പോസോൺ ഡിസ്റ്റിലെ വാല്യൂസ് കൊടുത്താൽ ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള FX കിട്ടും. അതിനുശേഷം നമ്മൾ തിയററ്റിക്കൽ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? തിയററ്റിക്കൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ഇൻറ്റു FX. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ എക്സൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ XI ഉണ്ട്, FI ഉണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് XI ഇൻറ്റു FI എന്നുള്ള കോളം വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാർ കണ്ടുപിടിച്ചാൽ അതിൽ നിന്ന് ലാംഡ കിട്ടും. ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ പോസോൺ ഡിസ്റ്റ് ഉപയോഗിച്ച് FXൻ്റെ വാല്യൂസ് എല്ലാം കിട്ടും. FXൻ്റെ വാല്യൂസ് കിട്ടിയാൽ ഓരോ FXനെയും ക്യാപിറ്റൽ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് കിട്ടും. അത്രയും സാധനങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്കത് ഒന്നൊന്നായിട്ട് ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഇവിടെ ഉണ്ട്, എഫിൻ്റെ രണ്ടും റോയിലാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അതുകൊണ്ട് ഞാനത് റോയിൽ തന്നെ എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കോളത്തിനകത്തും അടിക്കാം കേട്ടോ, ഒരു പ്രോബ്ലം ഇല്ല. റോയിൽ എഴുതിയാലും കോളത്തിൽ എഴുതിയാലും നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഇസ് ഓൾ. അപ്പോൾ അടുത്ത ജോലി എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾക്ക് നമ്മുടെ XI/FIയുടെ കോളം വേണം. അപ്പോൾ അതിനെ ഞാൻ X ഇൻറ്റു F എന്ന് എഴുതുകയാണ്. അപ്പോൾ XI/FI എന്താ? ഓരോ XIയെയും, XI എന്ന് പറഞ്ഞത് ഈ സെല്ല്, FI എന്ന് പറയുന്നത് ഈ സെല്ല്, ഓരോ XIയെയും കറസ്പോണ്ടിങ് FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കത് ന്യൂമറിക്കലി മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ എഴുതാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എക്സലിൽ നമുക്കത് ഫങ്ഷനായിട്ട് ഫങ്ഷൻസ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ അല്ലാതെ തന്നെ നമുക്കത് ചെയ്യാം. എങ്ങനെയാണ് നമ്മളത് ചെയ്യുക? ഈക്വൽ ടു ഈ സെൽ സെലക്ട് ചെയ്യുക, സ്റ്റാർ അടിക്കുക, അടുത്ത സെൽ സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, എന്താ നമ്മൾ ചെയ്തത്? ഒന്നുകൂടി തന്നെ ചെയ്ത് കാണിക്കാം. ഈക്വൽ ടു ഇട്ടിട്ട്
ആദ്യത്തെ സെൽ സെലക്ട് ചെയ്യുക, സ്റ്റാർ അടിക്കുക, രണ്ടാമത്തെ സെൽ സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ കിട്ടി. ഇതിപ്പം 0x123 ആൻസറാണ് ഇവിടെ കിടക്കുന്നത്. നോക്ക്, ആ സെല്ലിൽ പോയി കർസർ വെച്ച ശേഷം ഈ മുകളിലത്തെ ഇക്വേഷൻ ബാർ നോക്കിയേ, കണ്ടോ ഫോമുല കിടക്കുന്നത് കണ്ടോ? നമ്മൾ ആ ഇക്വേഷൻ ബാറിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് രണ്ടും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്തതെന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഇക്വേഷൻ ഒരു സെല്ലിൽ എൻ്റർ ചെയ്താൽ ആ ഇക്വേഷനെ Ctrl+C അടിച്ച് കോപ്പി ചെയ്ത് ബാക്കി എവിടെയൊക്കെയാണോ വേണ്ടത് അവിടോട്ട് പേസ്റ്റ് ചെയ്താൽ, Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്താൽ നമുക്ക് ആ ഓരോ സ്ഥലത്തെ ഇക്വേഷൻസ് കിട്ടും. 59 ഇവിടെ എന്താണ് ചെയ്തേക്കുന്നത് നോക്ക്, ആ മുകളിലത്തെ ഇക്വേഷൻ ബാറിലേക്ക് നോക്കി, 59x1 ആണ് അവിടെ ആൻസർ ആയിട്ട് വന്നത്. അടുത്ത 28 എങ്ങനെ കിട്ടി കണ്ടോ, 14x2 ആണ് അവിടെ ചെയ്തത്. അപ്പം നമ്മൾ ഒരു ഇക്വേഷൻ ഒരു സെല്ലിൽ എടുത്തിട്ട്, ഒന്നുകൂടെ ഞാനത് ചെയ്ത് കാണിക്കാം. ഇതായിരുന്നല്ലോ നമ്മൾ ചെയ്തു വെച്ചിരുന്നത്. ആ ഇക്വേഷനെ Ctrl+C വെച്ച് സെലക്ട് ചെയ്ത്, അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ പിള്ളേരെ, നിങ്ങൾക്ക് വേണേൽ മനസ്സുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ നേരെ ആൻസർ എഴുതാം. 59x1 59, 14x2 28, 3x3 9, 4x1 4. ഇങ്ങനെ എഴുതിയാലും ഒരു പ്രശ്നമില്ല. ഇടയിലുള്ള സ്റ്റെപ്പൊന്നും ആരും നോക്കത്തില്ല, ചെയ്യുന്നത് കറക്റ്റ് ആകണമെന്നേ ഉള്ളൂ. ഞാൻ പിന്നെ എക്സൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ മെത്തേഡ്സ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ഇക്വേഷൻ വെച്ചും ചെയ്യാം, മാനുവലിയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഇനി ഇക്വേഷനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഇക്വേഷനെ നമ്മൾ Ctrl+C വെച്ച് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള അഡ്ജസൻറ്റ് സെൽസിൽ അത് Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്താൽ ആ ഇക്വേഷൻ തന്നെ പേസ്റ്റായി ഓട്ടോമാറ്റിക്കലി ആൻസർ തരും. അപ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ xi×fi എന്ന് പറയുന്ന ഈ ഒരു റോയിലെ വാല്യൂസ് എടുക്കുക. അപ്പം നമുക്ക് ഇനി ഏത് രണ്ട് റോസിൻ്റെ ടോട്ടലാണ് വേണ്ടുന്നത്? എഫ് എന്ന് പറയുന്ന റോയുടെ ടോട്ടൽ, അതായത് ഇതിൻ്റെ ടോട്ടലും വേണം, ഇതിൻ്റെ ടോട്ടലും വേണം. ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോമുലയിൽ പോയിട്ട് ഈ സമ്മേഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുത്താൽ മതി. അതൊന്ന് ക്ലിക്ക് ചെയ്തേ, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അടുത്തുള്ള സെൽസിനെ എല്ലാം അത് ആഡ് ചെയ്ത് തരും. കണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് സം ചെയ്യാം, സമ്മേഷൻ ഉപയോഗിച്ച് സം ചെയ്യാം. അതൊരു മെത്തേഡ്. അതല്ലെങ്കിൽ ഈക്വൽ ടു അടിച്ചിട്ട് സമ്മെന്നടിച്ചിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഏതൊക്കെ നമ്പേഴ്സാണോ സം ചെയ്യേണ്ടത് അതിനെ എല്ലാം കൂടെ സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് എഴുതിയാലും ഇറ്റ് ഈസ് ഓക്കെ. എന്തായാലും ശരി തന്നെ. ഫ്രീക്വൻസി കോളത്തിൻ്റെ ടോട്ടലും വേണം. എഗെയിൻ ഇവിടെ ഓൾറെഡി ഒരു ടോട്ടലുള്ള സ്ഥിതിക്ക് അതിനെ കോപ്പി ചെയ്ത് ഇത് തൊട്ട് താഴെ പേസ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അടുത്തതിൻ്റെ ടോട്ടലും വരും. സോ XI/FI കോളത്തിൻ്റെ ടോട്ടലും കിട്ടി. സോ ആദ്യത്തെ ടോട്ടലാണ് ക്യാപിറ്റൽ N, രണ്ടാമത്തെ ടോട്ടലാണ് സമ്മേഷൻ XI/FI. അപ്പോൾ അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ദെയർഫോർ മീൻ തന്നെയാണ് എന്ത്? മീൻ തന്നെയാണ് ഈക്വൽ ടു ലാംഡ എന്ന് പറയുന്നത് എന്ത് വരും? ഈ സെല്ല് നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്ത് ചെയ്യേണ്ടത്? ഫ്രീക്വൻസി കോളത്തിൻ്റെ XI/FI കോളത്തിൻ്റെ ടോട്ടലിനെ ഫ്രീക്വൻസി കോളത്തിൻ്റെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഈസ് ഈക്വൽ ടു നമ്പേഴ്സ് അവിടെ അങ്ങ് അടിച്ചാൽ മതി. എന്തായിരുന്നു? 100 ഡിവൈഡഡ് ബൈ 200. സോ ഇറ്റ് ഈസ് 0.5. അപ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടി 0.5. ലാംഡ കിട്ടിയാൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? പോസോൺ ഡിസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് fx കണ്ടുപിടിക്കണം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് fxൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ fxൻ്റെ വാല്യൂ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പോസോൺ ഡിസ്റ്റ് ഉപയോഗിക്കണം. അപ്പം സെല്ല് സെലക്ട് ചെയ്തിട്ട് ഫോർമുല, മോർ ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ, താഴെ പോയിട്ട് പോസോൺ ഡിസ്റ്റാണ് നമുക്ക് x=0 കറസ്പോണ്ടിങ്. അപ്പോൾ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ x=0. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ അങ്ങ് സെലക്ട് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ ചൂസ് ചെയ്തു. മീൻ എന്തായിരുന്നു? 0.5 അവിടെ അടിച്ചു കൊടുത്തു. ക്യുമുലേറ്റീവിൽ എന്ത് വേണം? നമുക്ക് ക്യാപിറ്റൽ FX ആണ് വേണ്ടുന്നതെങ്കിൽ ക്യുമുലേറ്റീവിൽ ട്രൂ കൊടുക്കണം. സ്മോൾ FX ആണ് വേണ്ടുന്നതെങ്കിൽ ക്യുമുലേറ്റീവിൽ ഫോൾസ് കൊടുക്കണം. നമുക്കിവിടെ വേണ്ടുന്നത് സ്മോൾ FX ആണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫോൾസ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുത്താൽ യു ഹാവ് ദ വാല്യൂ ഹിയർ. അപ്പോൾ ഞാൻ ഈ ഫോർമുലയുടെ സമയത്ത് എക്സിൻ്റെ വാല്യൂ ചൂസ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ Ctrl+C കൊടുത്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്താൽ
എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് എക്സിൻ്റെ വാല്യൂ മാറ്റി 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 അത് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തോളൂ. എക്സിൻ്റെ വാല്യൂ ഉണ്ട്, എക്സിൻ്റെ സെല്ലിൽ 0 നിങ്ങൾ അടിച്ചു കൊടുത്താൽ അതങ്ങനെ ചെയ്യില്ല. ഓക്കെ, പക്ഷേ എക്സിൻ്റെ വാല്യൂ ചൂസ് ചെയ്യുന്ന സ്ഥിതിക്ക് അതേ ഈ സെല്ലിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഫോർമുല ബാറിലോട്ട് നോക്കി, കണ്ടോ പോസ് ഓൺ ഡിസ്റ്റ് എക്സിൻ്റെ വാല്യൂ ചൂസ് ചെയ്യാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് C97 0.5 ഫോൾസ് ആണ് ഒന്നാമത്തെ. അടുത്തത് ക്ലിക്ക് ചെയ്തേ, എന്നിട്ട് മുകളിൽ പോയി കണ്ടോ എക്സിൻ്റെ വാല്യൂ മാറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടോ. അപ്പം അങ്ങനെ ഇതാണ് കോപ്പി പേസ്റ്റിൻ്റെ ഗുണം. നമ്മൾ റെഫറൻസ് ആയിട്ട് വാല്യൂസ് കൊടുത്താൽ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി റെഫറൻസ് മാറ്റി 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 അതത് സെല്ലിൻ്റെ മുകളിലുള്ള അതേ പൊസിഷനിൽ വരുന്ന സെൽസ് മാറ്റി 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 വായിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എഗെയിൻ പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് രണ്ടാമത്തെ സെല്ലിൽ പോയി അതേപോലെ എന്താ ചെയ്യേണ്ടത്, റീസെൻ്റ്ലി യൂസ്ഡ് പോയി പോസ്റ്റ് ഓൺ ഡിസ്റ്റ് എടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ 1 എന്ന് കൊടുത്ത് ലാംഡയുടെ മീൻ്റെ വാല്യൂ 0.5 എന്ന് കൊടുത്ത് ക്യുമുലേറ്റീവിൽ ഫോൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ യു വിൽ ഗെറ്റ് ദി ആൻസർ കേട്ടോ. ഒന്നൊന്നായിട്ട് കണ്ടുപിടിച്ചാലും മതി, നോ പ്രോബ്ലം. ഓക്കെ, അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് കിട്ടി. ഇനി എന്താ ഫിറ്റിങ്ങിൻ്റെ അവസാനത്തെ പാർട്ട് എന്താണ്? തിയററ്റിക്കൽ ഫ്രീക്വൻസി. തിയററ്റിക്കൽ ഫ്രീക്വൻസിയുടെ ഫോർമുല എന്താ? ക്യാപിറ്റൽ N ഇൻറ്റു എഫ് എക്സ്. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ 200 ആണ്. അപ്പം നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും? ഈക്വൽ ടു 200 സ്റ്റാർ. എഗെയിൻ ഈ വാല്യൂ അടിക്കുന്നതിന് പകരം ആ സെൽ അങ്ങ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ നേരത്തെ പറഞ്ഞ അതേ ഗുണമാണ്. അതിനെ കോപ്പി ചെയ്ത് ബാക്കി എല്ലായിടത്തും പേസ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വാല്യൂസ് മാറി മാറി അത് കണ്ടുപിടിച്ചോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ്. ഇനി നമുക്ക് എന്താ വേണ്ടുന്നത്? കറക്റ്റഡ് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ്. ഇങ്ങനെയൊന്നും അല്ല, ഫുൾ പേരൊക്കെ അടിച്ചേക്കണം കേട്ടോ നിങ്ങൾ അടിക്കുമ്പോൾ. കറക്റ്റഡ് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് വെച്ചാൽ ഇതിനെ ഹോൾ നമ്പർ ആക്കി എഴുതണം സച്ച് ദാറ്റ് ദ ടോട്ടൽ ഇസ് 200. അപ്പോൾ 121 നമുക്ക് 121 തന്നെ എഴുതാം, ഇതിനെ നമുക്ക് 60 എന്ന് എഴുതാം, ഇതിനെ 15 എന്ന് എഴുതാം, ഇതിനെ 3 എന്ന് എഴുതാം, ഇതിനെ 1 എന്ന് എഴുതാം. കാരണം ഇവിടെ 1 ഉള്ള സ്ഥിതിക്ക് 1 എന്ന് എഴുതാം. എന്നിട്ട് ടോട്ടൽ ഒന്ന് കൂട്ടി നോക്കി എന്ത് വരും എന്ന് സമ്മേഷൻ സൈൻ വെച്ച് നോക്കിയേ, എൻറ്റർ. ഓക്കെ, കറക്റ്റായി. സോ ദിസ് ഈസ് യുവർ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ്. അപ്പോൾ ഇത്രയായപ്പോഴത്തേക്ക് ആ പ്രോബ്ലം തീർന്നു. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് എന്ത് എഴുതണം? തിയററ്റിക്കൽ ഫ്രീക്വൻസി എക്സിൻ്റെ വാല്യൂസും തിയററ്റിക്കൽ ഫ്രീക്വൻസീസും കൂടെ എടുത്ത് ആൻസർ ഷീറ്റിൽ എഴുതി വയ്ക്കണം. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? എക്സ് ഐയും എഫ് ഐയും ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് ബാർ കിട്ടാൻ വേണ്ടി എക്സ് ഐ എഫ് ഐ കോളം ആദ്യം കണ്ടുപിടിച്ചു. അതിനുശേഷം അതിൻ്റെ ടോട്ടൽസ് എടുത്ത് സമ്മേഷൻ എക്സ് ഐ എഫ് ഐ 100 ഡിവൈഡഡ് ബൈ 200 എന്ന ഫോർമുല ഉപയോഗിച്ച് പോയിന്റ് എല്ലാ ഫോർമുല അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കി അറിയാം. ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഫോർമുല ബാറിലോട്ട് നോക്കി അതിൻ്റെ ഫോർമുല അറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ പോസ് ഓൺ ഡിസ്റ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എഫ് എക്സ് കണ്ടുപിടിച്ചു. ആ എഫ് എക്സിനെ ക്യാപിറ്റൽ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് കണ്ടുപിടിച്ചു. അതിനെ കറക്റ്റ് ചെയ്ത് ആക്ച്വൽ തിയററ്റിക്കൽ ഫ്രീക്വൻസീസും കണ്ടുപിടിച്ചു സച്ച് ദാറ്റ് ടോട്ടൽ കൂട്ടി നോക്കുമ്പം എഗെയിൻ ക്യാപിറ്റൽ N തന്നെ കിട്ടണം. സോ ദാറ്റ് ഈസ് യുവർ question number 4. Okay.